സ്റ്റെപ്പ് നമ്പർ 1, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എബൌട്ട് മണി. ലൈഫിൽ ഏതെങ്കിലും ഒരു വലിയ ട്രാൻസ്ഫോർമേഷന് നമ്മൾ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിനു വേണ്ടി നമ്മൾ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനായി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. ഇതാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡിൽ. ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മുടെ ഇൻകത്തിൽ തന്നെ. പിന്നീട് നമുക്കുണ്ടാകുന്ന എക്സ്പെൻസസ്, നെറ്റ്വർത്ത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, പാസീവ് ഇൻകം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാമെന്ന് പഠിക്കുക. ഈ കാര്യങ്ങളെല്ലാമാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഫൈനാൻഷ്യലി നമുക്ക് കൂടുതലായി എഡ്യൂക്കേറ്റഡ് ആവാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള ബുക്സ് വായിക്കുക, വീഡിയോസ് കാണുക, പോഡ്കാസ്റ്റ് കാണുക, ഇൻ്റർവ്യൂസ് കാണുക. ഇതിനോടൊപ്പം തന്നെ സക്സസ്ഫുൾ ആയ ആളുകളുടെ ഓട്ടോബയോഗ്രഫീസ് വായിക്കുക, അവരെക്കുറിച്ച് കേൾക്കുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നല്ലൊരു ഫോർച്യൂൺ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യം എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണെന്നാൽ, ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷൻ പോലെ തന്നെയാണ്. ഇവിടെ വ്യത്യാസം എന്താണെന്നാൽ, അവിടെ തിയറീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ പ്രാക്ടിക്കലിയാണ് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാനിങ്സിനും ഡിസിഷൻസിനും എല്ലാം തന്നെ ഒരു ഔട്ട്കം ഉണ്ടായിരിക്കും. ആ ഔട്ട്കം ഒരുപക്ഷെ നല്ലതായിരിക്കാം, അതല്ലെങ്കിൽ തീർത്തും മോശമായിരിക്കാം. നല്ല ഔട്ട്കമ്മിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സമയത്ത് മോശം ഔട്ട്കമ്മിൽ നിന്ന് നമുക്കൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ലഭിക്കുക. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മടിക്കരുത്. അതേസമയം ചെയ്ത മിസ്റ്റേക്സ് ഒരിക്കലും വീണ്ടും ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. നെവർ മേക്ക് ദ സെയിം മിസ്റ്റേക്ക് ട്വൈസ്. സ്റ്റെപ്പ് നമ്പർ 2, ഗെറ്റ് എ റെഗുലർ ഇൻകം സോഴ്സ്. ഒരു ബിഗിനർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ഇല്ലാതെ വെൽത്ത് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ പാരമ്പര്യമായി അയാൾക്ക് ലഭിക്കാവുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടാവണം. എല്ലായ്പ്പോഴും വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എവിടെയെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം എവിടെ നിന്നാണ് വരുന്നത്? ഇത് നമ്മൾ സേവ് ചെയ്ത് വെച്ച പണം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു റെഗുലർ ആയിട്ടുള്ള ഇൻകം സോഴ്സ് വേണം. ഇങ്ങനെ ഒരു ഇൻകം സോഴ്സ് ഇല്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് പൈസ സേവ് ചെയ്യാനും സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് 2-ൽ തീർച്ചയായും ഒരു റെഗുലർ ആയിട്ടുള്ള ഇൻകം സോഴ്സ് കണ്ടെത്തുക. അതുപോലെ തന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള സ്കീമിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കുക. സസ്റ്റൈനബിളായിട്ട് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത് ലോങ് ടൈമിൽ മാത്രമായിരിക്കും. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക? ഏതെങ്കിലും ഒരു രീതിയിലുള്ള വാല്യൂ നമ്മൾ മറ്റാർക്കെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് ഇൻ റിട്ടേൺ നമുക്ക് പൈസ ലഭിക്കുക. ഈ രീതിയിൽ മാത്രമായിരിക്കും നമുക്കൊരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ചെറിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഓണറാണ് എങ്കിൽ അത് കീപ്പ് ചെയ്യുക. എന്നിട്ട് എത്രത്തോളം വാല്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. ഈ രീതിയിൽ നമുക്കൊരു റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ലോങ് ടേമിൽ. പിന്നീട് നമുക്ക് ആലോചിക്കാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത മണിയെ എന്ത് ചെയ്യണമെന്ന്, എന്തെല്ലാം പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യണമെന്നും എവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പിന്നീട് നമുക്കൊരു തീരുമാനം എടുക്കാം. ആസ് എ ബിഗിനർ ഏതെങ്കിലും ഒരു സൈഡ് ഇൻകം ഉണ്ടായേ മതിയാവൂ. സ്റ്റെപ്പ് നമ്പർ 3, ക്രിയേറ്റ് എ ബഡ്ജറ്റ്. 0-ൽ നിന്ന് നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്ത് തുടങ്ങണമെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ആ ബഡ്ജറ്റിനെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുകയും വേണം. എന്തിനു വേണ്ടിയാണ് നമ്മളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഏതെല്ലാം സോഴ്സിൽ നിന്നാണോ ഇൻകം വരുന്നതെന്നും അതുപോലെ തന്നെ ഏതെല്ലാം എക്സ്പെൻസസ് ആണ് ഉണ്ടാകുന്നതെന്നും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമുക്കൊരു ബഡ്ജറ്റിൻ്റെ ആവശ്യം. ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം കാൽക്കുലേറ്റീവ് ആയിരിക്കണം. ഇവയെല്ലാം തന്നെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുകയും വേണം. സാധാരണ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മന്ത്ലി ബേസിസിലാണ്. എന്നാൽ അവിടെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. അതായത് എല്ലാവരും മന്ത്ലി ബേസിസിൽ തന്നെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അതെല്ലാം തന്നെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ ഫൈനാൻഷ്യലി വളരെയധികം സ്ട്രിക്റ്റ് ആണെങ്കിൽ വീക്ക്ലി ബേസിസിലും ഈ ബഡ്ജറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു നല്ല റിമൈൻഡർ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഫൈനാൻഷ്യൽ ട്രബിൾസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഒരു ബഡ്ജറ്റ് ഇല്ലാതെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാൻസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ലക്ഷ്യബോധമില്ലാതെ വണ്ടി ഓടിക്കുന്നതിന് തുല്യമായിരിക്കും. ബഡ്ജറ്റ് ഇല്ലാതെ എക്സ്പെൻസസിന്മേൽ യാതൊരുവിധ കാൽക്കുലേഷനും ഇല്ലാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ച് നമുക്ക് ഫൈനാൻഷ്യൽ ട്രബിൾസ് നേരിടും. ഏറ്റവും പോപ്പുലറായ ബഡ്ജറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് 50-30-20 റൂളാണ്. ഇതെന്താ സംഭവം? നമ്മൾ ഒരു മാസം എത്രത്തോളം വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ 50% നമ്മൾ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഫുഡ്, ക്ലോത്ത്, ഹെൽത്ത് കെയർ, റെൻറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അതിനുശേഷം ബാക്കിയുള്ള 30% നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. എന്താ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്? നമ്മളെല്ലാവരും തന്നെ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് പിന്നാലെ പോവുക തന്നെ ചെയ്യും. അതിൽ യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ല. ഒരു റോബോട്ടിനെ പോലെ ജീവിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല.
അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ്, വെക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇൻകത്തിലെ 30% യൂസ് ചെയ്യാം. ബാക്കിയുള്ള 20% നമ്മൾ മാറ്റിവെക്കേണ്ടത് സേവിങ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടിയാണ്. ഈ രീതിയിൽ ഒരു ഐഡിയൽ ബഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ എവിടെയെല്ലാമാണ് നമ്മുടെ പൈസ യൂസ് ചെയ്യുന്നതെന്ന്. ആ രീതിയിൽ നമ്മുടെ എക്സ്പെൻസസിനെ പല രീതിയിലും നമുക്ക് കട്ട് ചെയ്യാനും സാധിക്കും. ഇതുപോലെ കട്ട് ചെയ്ത എക്സ്പെൻസസ് നമുക്ക് സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിലും ആഡ് ചെയ്യാനും സാധിക്കും. ഇതുപോലെ പല എക്സ്പെൻസസും നമ്മൾ കട്ട് ചെയ്ത് അത് സേവിങ്സിലും ഇൻവെസ്റ്റ്മെൻറ്റിലും ആഡ് ചെയ്യുന്നത് വഴി നമ്മുടെ വെൽത്ത് ജനറേഷൻ കൂടുതൽ സ്പീഡപ്പ് ചെയ്യാനും സാധിക്കും. ബഡ്ജറ്റ് നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരാളുടെ ഇൻകം സോഴ്സിനെ കണ്ടുകൊണ്ട് ഒരാൾ എത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് പ്ലാൻസും വാരി ചെയ്യും. ഇതെല്ലാം തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്പർ 4, ഹാവ് ഇനഫ് ഇൻഷുറൻസ്. ഈ ഒരു കാര്യം പല ആളുകളും തീർത്തും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. എന്തിനു വേണ്ടി ഒരു ഇൻഷുറൻസ്? നമ്മുടെ പ്രോപ്പർട്ടിക്ക് മേലെയോ അതല്ലെങ്കിൽ സ്വയം നമുക്ക് മേലെയോ ഒരു കവറിന് വേണ്ടി. ഒരു ഹയർ ഫോർച്യൂണിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു ഡിസാസ്റ്റർ ആയിരിക്കും ഒരു അൺഎക്സ്പെക്റ്റഡ് ലയബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത്. എത്രയൊക്കെ ഇൻഷുറൻസസ് ഉണ്ടോ അതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മുടെ ബോഡി നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം പൈസ ഉണ്ടാക്കുക എന്നുള്ളത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അതേസമയം ബോഡി നമ്മുടെ കയ്യിലല്ലെങ്കിലോ? കാരണം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസീസ് വന്നു, ഈ ഒരു സമയത്ത് നമുക്ക് ബാങ്ക് കാലിയാവുന്ന രീതിയിലൊരു എക്സ്പെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ എല്ലാ ഡ്രീംസും അവിടെ ഒന്ന് സ്റ്റോപ്പ് ആവും. അതേസമയം നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡി കണ്ടീഷൻസ് കൂടുതൽ വഷളാവും. ഇതുകൊണ്ടൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഒഴിവാക്കാനായിട്ടാണ് മിനിമം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. ഈ രീതിയിലൊരു വലിയ പ്രശ്നത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇനി അതല്ല, ഒരാൾ മാരീഡാണ്, അയാൾക്ക് വൈഫും കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് കൺസിഡർ ചെയ്യാം. അതായത് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വൈഫിനും കുട്ടികൾക്കും ആയിരിക്കും പൈസ കിട്ടുക. വെൽത്ത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സർക്കംസ്റ്റാൻസിൽ വെച്ച് അതെല്ലാം തന്നെ വൈപ്പ് ഔട്ട് ആവാനായിട്ടുള്ള പോസിബിലിറ്റിയും എല്ലായ്പ്പോഴും ഉണ്ട്. ഇതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത് ഒഴിവാക്കാനായിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. അതുകൊണ്ട് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇൻഷുർ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ കാറായിക്കോട്ടെ, വീടായിക്കോട്ടെ, അതല്ലെങ്കിൽ സ്വയം നമ്മളിൽ തന്നെ ആയിക്കോട്ടെ. അതേസമയം ഓവർ ഇൻഷുർ ചെയ്യാതിരിക്കാനും ശ്രമിക്കുക. അതായത് അനാവശ്യമായ ഏരിയകളിൽ ഇൻഷുറൻസ് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ യാതൊരുവിധ ആവശ്യവും നമുക്കില്ല. ഒരു ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് നമ്മുടെ ലൈഫ് ചേഞ്ച് ആവില്ല, എന്നാൽ ചേഞ്ച് ആവുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇൻഷുറൻസ് എടുക്കുന്നത് വഴി നമ്മൾ ഒരിക്കലും ബാങ്ക്രപ്റ്റ് ആവില്ല, എന്നാൽ ഇൻഷുറൻസ് എടുക്കുന്നത് വഴി നമ്മൾ ബാങ്ക്രപ്റ്റ് ആവുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും മിനിമം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും എടുക്കാനായിട്ട് ശ്രമിക്കുക. സ്റ്റെപ്പ് നമ്പർ 5, പ്രാക്ടീസ് എക്സ്ട്രീം സേവിങ് ഫ്രം യുവർ ഇൻകം. 50-30-20 റൂള് ഒരു ബിഗിനറെ വെച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഓപ്ഷനാണ്. എന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഇൻകത്തിൻ്റെ 20% മാത്രമാണ് നമ്മൾ സേവിങ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനും വേണ്ടി മാറ്റിവെക്കുന്നത്. ഇത് നമ്മുടെ കഴിവിനനുസരിച്ച് കൂട്ടി വരേണ്ടത് അത്യാവശ്യമാണ്. ഒരു തവണ നമ്മൾ വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇന്ന് ഇതുപോലെ എക്സ്ട്രീം സേവിങ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസുമുണ്ട്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി, ഇതിങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നതും ഇതേ എക്സ്ട്രീം സേവിങ്സിനെ പറ്റിയാണ്. ഫയർ മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറായ ഇദ്ദേഹം പറയുന്നത് ഇൻകത്തിൻ്റെ 60 മുതൽ 80% വരെ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഇദ്ദേഹത്തിന് പിന്നീട് 33-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യാനും സാധിച്ചു ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട്. ഒരാളുടെ മന്ത്ലി ഇൻകത്തിൻ്റെ 60 മുതൽ 80% വരെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പലർക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എങ്കിൽ പോലും നമ്മുടെ തന്നെ എക്സ്പെൻസസിൻ്റെ ഒരുപാട് ഏരിയാസ് നമുക്ക് കട്ട് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഗ്രോസറീസ് ബൾക്കായി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക. ഈ രീതിയിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ബഡ്ജറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കുക. ഒരാൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അയാളുടെ ഇൻകത്തിൻ്റെ 30%-നേക്കാൾ കൂടുതലാണ് അയാൾ നൽകുന്ന വാടക എങ്കിൽ അതൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കണ്ടെത്താനായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഇൻട്രസ്റ്റിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റെപ്സിലൂടെ ഒരുപാട് എക്സ്പെൻസസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ട കാര്യം എന്താണെന്നാൽ എത്രത്തോളം പൈസ ഉണ്ടാക്കി എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് എത്രത്തോളം പൈസ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നത്. സ്റ്റെപ്പ് നമ്പർ 6, ബിൽഡ് ആൻ എമർജൻസി ഫണ്ട്. നേരത്തെ നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞു. ഒരു എമർജൻസി ഫണ്ട് നമുക്ക് വേണമെന്നുള്ളത് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും.
എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു എമർജൻസി ഫണ്ട് നമ്മൾ എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? 90% സിറ്റുവേഷൻസിലും അതൊരു ഹോസ്പിറ്റൽ കേസിനായിരിക്കും. അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വഴി നമ്മൾ സേവ് ചെയ്യുന്നത് നമ്മുടെ എമർജൻസി ഫണ്ടിലെ ഒരുപാട് പൈസയായിരിക്കും. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ലൈഫിൽ. എന്നാൽ ഹെൽത്ത് മാത്രമല്ല, മറ്റൊരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ലൈഫിലുണ്ട്. അതുകൊണ്ട് എമർജൻസി ഫണ്ടിനെ തീർത്തും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് മറ്റുള്ള ഫാക്ടേഴ്സ് കൂടി ചെക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പെട്ടെന്ന് ജോലി നഷ്ടമായി, അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ലോക്ക്ഡൗൺ വന്നു, നമ്മുടെ കാറൊന്ന് റിപ്പയർ ചെയ്യണം. ഇതുപോലുള്ള കണ്ടീഷൻസിലൊന്നും തന്നെ ഒരു ഇൻഷുറൻസ് നമ്മളെ സേവ് ചെയ്യില്ല. ഇൻഷുറൻസ് നമ്മളെ സേവ് ചെയ്യുന്നത് ഒരു വലിയ ഡിസാസ്റ്ററിൽ നിന്നായിരിക്കും. എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ സ്വയം സോൾവ് ചെയ്യണം. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ പേഴ്സിൽ നിന്ന് തന്നെയായിരിക്കും കാശ് പോവുക. അതുമാത്രമല്ല, വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മുടെ ചില അസറ്റ്സ് നമുക്ക് വിൽക്കേണ്ടതായിട്ടും വരും. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്ന സമയത്ത് നമുക്കൊരു ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവുകയും നമ്മൾ കടങ്ങളിൽ കുടുങ്ങുകയും ചെയ്യും. ഇതെല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ട് വേണം. ഇനി അറിയേണ്ടത് എന്താണെന്നാൽ, ഈ എമർജൻസി ഫണ്ട് എത്രത്തോളം വേണം? 3 മുതൽ 6 മാസം വരെ നമ്മളെ ഒരു പ്രശ്നം പോലും കൂടാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം ഈ എമർജൻസി ഫണ്ടിന്. ആ രീതിയിലായിരിക്കണം ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് ഏതാണ്ട് നമ്മുടെ ഇൻഷുറൻസ് പോലെ തന്നെയാണ്. ഈ എമർജൻസി ഫണ്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനും സാധിക്കും. ഇൻഷുറൻസിനെ പോലെ തന്നെ എമർജൻസി ഫണ്ട് നമ്മളെ വെൽത്തിയറാക്കി മാറ്റില്ല. എന്നാൽ നമുക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ എമർജൻസി ഫണ്ടിന്. സ്റ്റെപ്പ് നമ്പർ 7, ഇംപ്രൂവ് യുവർ സ്കിൽ സെറ്റ്. നമുക്ക് നമ്മുടെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇൻക്രീസ് ചെയ്യാനായിട്ട് 2 വഴികളാണുള്ളത്. ഒന്ന് നമ്മുടെ ഇൻകത്തെ വർദ്ധിപ്പിക്കുക, മറ്റൊന്ന് നമ്മുടെ എക്സ്പെൻസസ് ചുരുക്കുക. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകേണ്ടത് രണ്ടാമത്തെ കാര്യത്തിനാണ്, അതായത് എക്സ്പെൻസസ് ചുരുക്കുക എന്നുള്ളത്. ഇതാണ് കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതും. എങ്കിൽ പോലും ആദ്യത്തെ കാര്യത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതായത് നമ്മുടെ ഇൻകത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിക്ക് പല കോഴ്സസ് എടുത്തുകൊണ്ടും മറ്റും സ്വയം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും സ്വന്തം കരിയറിന് വേണ്ടി. ഈ രീതിയിൽ അയാൾക്കൊരു പ്രൊമോഷൻ വാങ്ങിയെടുക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെറ്റർ കമ്പനിയിൽ ജോലിയും നേടാം. ഒരു ചെറിയ ബിസിനസ് ഓണർക്ക് തൻ്റെ പ്രോഡക്ട്സിൻ്റെയും സർവീസിൻ്റെയും ക്വാളിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രോഫിറ്റ്സ് നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഇതുപോലെ പല രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ, നമുക്ക് നമ്മളെ തന്നെ സ്വയം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഏതെങ്കിലും ഒരു വാല്യൂ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. മറ്റുള്ളവർക്ക് ഏതെങ്കിലും ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവൂ. അതുപോലെ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ വേണ്ടി മറ്റുള്ളവർക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന കാര്യങ്ങളാണ്. സ്റ്റെപ്പ് നമ്പർ 8, എക്സ്പ്ലോർ പാസീവ് ഇൻകം ഐഡിയാസ്. വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്പ് യു വിൽ വർക്ക് അൺടിൽ യു ഡൈ. ഉറങ്ങുന്ന സമയത്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ മരണം വരെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ആദ്യം നമ്മളൊരു റെഗുലർ ഇൻകം കണ്ടെത്തി. ആ റെഗുലർ ഇൻകത്തിലൂടെ ഒരു സർട്ടൻ എമൗണ്ട് നമുക്ക് വരുന്നുമുണ്ട്. ഈ റെഗുലർ ഇൻകത്തെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇൻകത്തെ നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ പോലും ഇങ്ങനെ ലഭിക്കുന്ന ഈ റെഗുലർ ഇൻകം നമ്മുടെ ആക്റ്റീവ് ഇൻകമാണ്. അതായത് ഇതിനു വേണ്ടി നമ്മൾ ആക്റ്റീവ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പിന്നെ പാസീവ് ഇൻകം എന്താ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സിസ്റ്റമാണ് നമുക്ക് പൈസ കൊണ്ടുവന്ന് തരുന്നത്. നമ്മൾ ഇതിനു വേണ്ടി ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നില്ല. ഇതിനർത്ഥം ഇങ്ങനെയല്ല, അതായത് വർക്ക് ചെയ്യുകയേ വേണ്ടെന്ന്. കുറച്ചൊക്കെ വർക്ക് ഉണ്ടായിരിക്കും, എന്നാൽ ആക്റ്റീവ്ലി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അതിനുവേണ്ടി നമ്മുടെ ഒരു കണ്ടിന്യൂസ് പ്രസൻസ് അവിടെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ ഈ സിസ്റ്റം നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ടൈമിന് മീതെ നമുക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടായിരിക്കും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. റിച്ച് ഡാഡ് പുവർ ഡാഡിൻ്റെ ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റിൻ്റെ വീഡിയോ ആണിത്. പാസീവ് ഇൻകം 2 രീതിയിലുണ്ട്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പാസീവ് ഇൻകം, മറ്റൊന്ന് നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് പാസീവ് ഇൻകം. ഇപ്പോൾ നമുക്ക് നോൺ ഇൻവെസ്റ്റ്മെൻറ്റ് പാസീവ് ഇൻകത്തെക്കുറിച്ച് പറയാം. ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഇന്നത്തെ സമയത്ത് സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് ഇൻ്റർനെറ്റ് തന്നെയാണ്. കാരണം റിമോട്ട്ലി നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടൈമിന് മീതെ നമുക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതൊരു പക്ഷേ ആഡ്സെൻസിലൂടെ ആയിരിക്കാം, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കാം, ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിരിക്കാം, ഡിജിറ്റൽ പ്രോഡക്ട്സ് സെല്ല് ചെയ്തുകൊണ്ടായിരിക്കാം, ബ്ലോഗിംഗ് ആയിരിക്കാം, അങ്ങനെ പലതും ആവാം. അതല്ല ഇൻ്റർനെറ്റിന് പുറമെ ഫിസിക്കൽ വേൾഡിലാണെങ്കിൽ ഒരുപാട് മുറികൾ ഉണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതെല്ലാം തന്നെ പാസീവ് ഇൻകമാണ്. ഇതിനൊന്നും വേണ്ടി പിന്നീട് അവർ ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നില്ല. ഇതുപോലുള്ള പല പല ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ഇത് വളരെ സ്ട്രോങ് പോയിൻ്റാണ് വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട്. സ്റ്റെപ്പ് നമ്പർ 9, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് ആദ്യം സേവ് ചെയ്യണം, അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി.
ഇപ്പോൾ നമ്മൾ നമ്മുടെ റെഗുലർ ഇൻകത്തിൻ്റെ അറ്റ്ലീസ്റ്റ് 20% സേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സൈഡ് ഇൻകം ഉണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സീരിയസ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങാം. എത്രയൊക്കെ മില്യനേഴ്സ് ഉണ്ടോ, അതല്ല എത്രയൊക്കെ ഐഡൽസ് നമുക്കുണ്ടോ, അവരെല്ലാം തന്നെ ആ ഒരു പോയിന്റിലേക്ക് എത്താനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാതെ ആരും ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് പകരം നമ്മുടെ പൈസ വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഒരു പാസീവ് ഇൻകത്തിലൂടെ ഇത് കംപ്ലീറ്റ്ലി പോസിബിൾ അല്ല. കാരണം ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വേണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു അറ്റൻഷൻ അവിടെ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് വാരൻ ബഫറ്റ് പറഞ്ഞതുപോലെ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ മരണം വരെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ സത്യമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച്. എന്തുകൊണ്ടാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടെ ആ കമ്പനി പിന്നീട് നമുക്ക് വേണ്ടിയും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ലേബറിലാണ് നമ്മളവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്നാണിത്. സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇടുന്നത് വഴി അതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നില്ല. ഇൻഫ്ലേഷൻ വഴി നമ്മുടെ തന്നെ പൈസയുടെ വാല്യൂ അവിടെ കുറഞ്ഞുകൊണ്ട് വരികയായിരിക്കും ചെയ്യുക ലോങ് ടൈമിൽ. സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ എമർജൻസി ഫണ്ടാണ്. ബാക്കി എത്രത്തോളം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ അവയെല്ലാം തന്നെ മിനിമം റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരിക്കലും നമുക്ക് പ്രോപ്പറായിട്ട് ടൈം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ലോസസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇവിടെ ഗുഡ് ന്യൂസ് എന്താണെന്നാൽ മാർക്കറ്റ് കൂടുതൽ സമയവും മേലോട്ട് തന്നെയായിരിക്കും മൂവ് ചെയ്യുക, താഴോട്ടായിരിക്കില്ല. 74% സമയവും മേലോട്ടും 26% സമയം താഴോട്ടും ആയിരിക്കും ഓൺ ദി ആവറേജ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതായത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഓൾമോസ്റ്റ് 100% വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനർത്ഥം ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും വിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നല്ല, എങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലായിരിക്കും മാസീവ് വെൽത്ത് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇതിനോടകം തന്നെ സക്സസ്ഫുള്ളായ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അതിന് കാരണം എന്താണെന്നാൽ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റിൽ നിന്ന് അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് മാർക്കറ്റിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ഇനി അതല്ല തുടക്കത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അധികം റിസ്ക് എടുക്കാനായിട്ട് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ നമ്മുടെ പൈസ ഒരു ഫണ്ട് മാനേജർക്ക് കൊടുക്കുകയാണ്. ഈ ഫണ്ട് മാനേജർ ആയിരിക്കും നമുക്ക് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ബൾക്കായിട്ട് ഒരുപാട് ആളുകളിൽ നിന്ന് ഇതുപോലെ കളക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 1% ഈ ഫണ്ട് മാനേജർക്കുള്ളതായിരിക്കും. അതുപോലെ തന്നെ 10 to 12% റിട്ടേൺ പെർ ഇയർ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് പ്രതീക്ഷിക്കാനും സാധിക്കും. ഈ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം ലോങ് ടൈമിലേക്ക് വേണ്ടി. ഇതെല്ലാം തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു ബ്രോഡർ ആസ്പെക്റ്റ് മാത്രമേ ഇപ്പോൾ നൽകുന്നുള്ളൂ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അത് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് വേണമെങ്കിലും. നമ്മുടെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ നിന്ന് തുടങ്ങി ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ബിസിനസ്സും ആയിരിക്കും നമ്മുടെ വെൽത്ത് ജനറേഷന് കൂടുതലായി ഇൻഫ്ലുവൻസ് ചെയ്യുക. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. ടേക്ക് കെയർ.